ഹലോ ഗായ്സ് വെൽക്കം ടു ചെന്നൈ ട്രിപ്പ് പാർട്ട് 2. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലോട്ടാണ്. അപ്പം നമ്മളിപ്പോൾ എവിടെ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ട്രെയിന് തന്നെയായിരിക്കും. കാരണം വേറൊന്നുമല്ല, ട്രെയിനാകുമ്പോൾ നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കൂടുതൽ കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നത് ട്രെയിനിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേതിനെ ഒരു 6 hours നമ്മൾ ഈ ഒരു ട്രിപ്പിൽ എങ്ങനെ എൻഗേജ്ഡ് ആക്കി എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാ പേരൻസിനും ഒരു ഡൗട്ടാണ്, കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ എൻഗേജ്ഡ് ആക്കും. സാധാരണ നമ്മൾ നാട്ടിലേക്ക് പോരുമ്പോഴത്തേക്കും കൊച്ചുവേളിക്കാണ് പോകാറുള്ളത്. അപ്പോൾ അത് ഈവനിങ് ഒരു 5 മണിക്കാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം രാവിലെ മോർണിംഗ് ഒരു 6 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പം സാധാരണ കേതൻ കിടന്ന് ഉറക്കമായിരിക്കും രാത്രിയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ മോർണിംഗ് ഒക്കെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ്ഡ് ആക്കും എന്നൊക്കെയുള്ളത് എല്ലാ പേരൻസിനും വലിയ ഡൗട്ടാണ്. എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവന് വേണ്ടി കരുതാറുണ്ട്. മെയിനായിട്ട് ഇവൻ ഒരു കാറും ഒരു മോൺസ്റ്റർ ട്രക്കും അതേപോലെ സ്പൈഡർമാനെ എടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ അങ്ങനെ പതുക്കെ നമുക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. ഞാനൊരു ചായ വാങ്ങിച്ചു. നല്ല അടിപൊളി ചായ ആയിരുന്നു, ഇഞ്ചി ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു. അപ്പോൾ കേതൻ എന്തൊക്കെയോ ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനോട്, അത് ആരുടെ വീടാണെന്നൊക്കെ. അങ്ങനെ ഈ ഒരു പസിലും അതിനൊക്കെ തന്നെ ഈ ഒരു സ്ലേറ്റുമാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് കേതിനെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി. അപ്പോൾ കേതിന് ഞാൻ ചുമ്മാ ഇങ്ങനെ അത് വരയ്ക്കാൻ വേണ്ടി കൊടുത്തു. കേതൻ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനകത്ത്. അങ്ങനെ അത് വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാനും കേതനും കേതിൻ്റെ അച്ഛനും കൂടി ഈ ഒരു മോൺസ്റ്റർ ട്രക്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടും ഓരോന്നൊക്കെ വരച്ചപ്പോൾ അവൻ പറയായിരുന്നു ആ ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒരു ഫോട്ടോയും ആ കാറിൻ്റെ ഒരു ഫോട്ടോയും ഒന്ന് വരച്ചു കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഓൾറെഡി മോൺസ്റ്റർ ട്രക്ക് വരച്ചു. ഏകദേശം അത് മോൺസ്റ്റർ ട്രക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്, കാരണം അവനത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനത് മനസ്സിലായിരുന്നു. അപ്പോൾ എൻ്റെ വര ഏതായാലും സക്സസ് ആയി. അപ്പോൾ അടുത്തത് കാറ് വരച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരിക്കും ഞാൻ പറഞ്ഞാൽ 3 വീലാണ് കേട്ടോ വരച്ചത്. ഞാൻ മറന്നുപോയി 4 വീലുള്ള കാര്യം. അതിനുശേഷം കേതിൻ എന്നോട് പറഞ്ഞു തരുവാണ്, അതിന് 4 വീലല്ലേ ഉള്ളത്, ഒരു വീല് എവിടെ പോയെന്ന്. ശരിക്കും അപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്, അയ്യോ ഒരു വീല് ഞാൻ മിസ്സായി പോയല്ലോ എന്ന്. പിന്നെ ഞാൻ അത് വരച്ചു കൊടുത്തു. അങ്ങനെ കേതൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് പസിൽ, ഇത് ശരിക്കും ഈ ഒരു പസിൽ എന്ന് പറയുന്നത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾക്ക് പോലും നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവാൻ പറ്റും ഇതിൽ. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നും ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ നമ്മൾ കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നമുക്കുള്ള ബെഡ്ഷീറ്റും കൊണ്ട് ആൾ വന്നു. അപ്പം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം ഞാൻ കേതന് പസിൽ ബോർഡൊക്കെ വരച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോ സെൽഫിയൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഈ ഒരു സ്റ്റേഷൻ, ഇനിയുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് ബംഗാർപേട്ടയാണ് കേട്ടോ. ബംഗാർപേട്ട എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ ബംഗാർപേട്ട ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരേക്ക് മാരേജ് കഴിഞ്ഞ് 2018 വരുന്ന ടൈമിൽ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരും ബംഗാർപേട്ടയിൽ. ശരിക്കും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് അവിടെ ബംഗാർപേട്ടയിൽ വീട് വെക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് അച്ഛൻ്റെ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ് അവർ പോയത്, അവിടെ വീട് വെക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ. ശരിക്കും നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ നാത്തൂരും കൂടെ ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂർ കറക്കം മുഴുവൻ, ബംഗാർപേട്ടയിലെ കറക്കം മുഴുവൻ അവിടെ ആയിരുന്നു. ശരിക്കും ഒരു വില്ലേജാണ്, പക്ഷെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാടും മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ബംഗാർപേട്ട. അങ്ങനെ ഈ ഒരു കുഞ്ഞുവാവ നമ്മുടെ കേതിൻ്റെ ഫ്രണ്ടായി കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നില്ല വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരും ചെന്നൈയിലേക്ക് തന്നെയാണ്, നമ്മൾ ഇറങ്ങുന്ന അതേ സ്റ്റോപ്പിലേക്ക് തന്നെയാണ്. പിന്നെ ഇവർ തമ്മിലായി കളി, ഭയങ്കര കളിയായി. ആളും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. കേതിനും കേതിൻ്റെ കളിപ്പാട്ടങ്ങളും ഒക്കെ കൊടുത്ത് രണ്ടുപേരും കൂടെ കളിയായി കേട്ടോ. നമ്മുടെ ഫുഡ് വന്നു. ബിരിയാണിയും യോഗേർട്ടും ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. കേതിനുള്ള ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും ഹസ്ബൻഡിനും ഉള്ള ബിരിയാണി യോഗേർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. യോഗേർട്ട് അതും വാങ്ങിച്ചു. അങ്ങനെ കേതനും വാവയും കൂടെ നല്ല കളിയായി. കേതൻ വാവ വീഴാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്ത് നിൽക്കുകയാണ് കേട്ടോ, നമ്മുടെ സീറ്റിൻ്റെ സൈഡിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അവരവരുടെ ഭാഷയിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിക്കുമായിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് നേരം കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഇപ്പം ഏകദേശം നമ്മുടെ സ്ഥലത്തെത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി ഹസ്ബൻഡ് ചെക്കിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേതൻ അച്ഛനെ പിടിച്ച് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ചെക്കിൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തി. ശരിക്കും നല്ല ചൂടുണ്ട് ചെന്നൈയിൽ. ഈവനിങ് 5 o'clock ആയി ഇപ്പം ടൈം, എന്നിട്ട് പോലും ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ്.
അങ്ങനെ നമ്മൾ റൂമൊക്കെ തുറന്ന് അകത്ത് കയറി ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം നാളെയാണ് നമ്മുടെ ഇവൻറ്റ്. അപ്പം ഇവൻറ്റിന് എന്താണെങ്കിലും 9:00 ആണ്, 10:30ക്കാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടുന്ന് ഏകദേശം ഒരു 9:00 നമ്മൾ പോകണം. അപ്പം ഇനിയിപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദാ കെയ്തനും ഞങ്ങളും എല്ലാവരും ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങും. എന്നിട്ട് രാവിലെ ഇനിയിപ്പോൾ ഇവൻറ്റിന് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.